ലേക്ക് യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക ഈ പുതുവത്സരം യേശുവോടൊപ്പം. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്ന ഹൃദയമാകെ കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതോടെ നിങ്ങളൊരു അത്ഭുത വ്യക്തിയായി മാറി. ഞാനും നിങ്ങളും. നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് യേശു തന്നെയാണ്. അതിനെക്കുറിച്ചാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനം പറയുന്നു, നിങ്ങളിൽ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ലോകത്തിലുള്ളവൻ അവിടെ പറയുന്നത് പിശാച, നമുക്ക് പ്രശ്നം കൊണ്ടുവരുന്ന പിശാച്, നമുക്കുള്ള എല്ലാ പ്രതിസന്ധികളും വൈതരണികളും പ്രശ്നങ്ങളും എല്ലാം കൊണ്ടുവരുന്ന ദുഷ്ടനായ സാത്താൻ. അവനെയാണല്ലോ മനുഷ്യൻ ഭയപ്പെടുന്നത്. വിശ്വാസിക്കും ഭയങ്കര പേടിയാണ് പിശാചിന്. എന്നാൽ തിരുവചനം പറയുന്നു, നിങ്ങളിൽ ഉള്ളവൻ, അതായത് യേശു ക്രിസ്തു, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഇന്ന് നമ്മൾ അല്പസമയം ദൈവവചനം പഠിക്കാൻ പോവുക. അതിതാണ്, നിങ്ങളിലും എന്നിലും ഉള്ളത് തിരിച്ചറിഞ്ഞ് അത് പരമാവധി അത് ഉപയോഗിക്കുക. സോ നോ ദ പ്രോഡക്റ്റ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ദ ഓപ്റ്റിമം ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളുമാകുന്ന ദൈവത്തിൻ്റെ പ്രോഡക്റ്റ്, നമ്മളിലെ പുതിയ സൃഷ്ടി ദൈവത്തിൻ്റെ പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിനെ മനസ്സിലാക്കുകയും അത് എന്തിനായിട്ടാണോ ഡിസൈൻ ചെയ്തത് അതിൻ്റെ പരമാവധി ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ആദ്യം ഒരു വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ കണ്ട ഒരു കാർട്ടൂണിലെ ഫലിതം, ഒരു ജോക്ക് പറയാം. അത് ഒരിക്കൽ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത വളരെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് MP ആയി അതിനുശേഷം കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തിയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം മന്ത്രിയായ സമയത്ത് അദ്ദേഹം ചില വിവരക്കേടുകളൊക്കെ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാർട്ടൂൺ, അന്ന് എനിക്ക് ഒരു ഇംഗ്ലീഷ് കാർട്ടൂണാണ്, ടൈംസ് ഓഫ് ഇന്ത്യയിലോ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ വന്നൊരു കാർട്ടൂൺ ഇന്നെന്ന പോലെ എൻ്റെ മനസ്സിലുണ്ട്. അതിങ്ങനെയാണ്, ഈ മനുഷ്യൻ, ഈ കേന്ദ്രമന്ത്രി തനിക്ക് തന്ന ഗവൺമെൻറ് കൊടുത്ത ക്വാർട്ടേഴ്സിലെ പരിചാരകനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാതെ ഗവൺമെൻറ്റിനോടുള്ള തൻ്റെ വിരോധം, കംപ്ലൈൻറ്റും കൂടെ ഈ മന്ത്രി പറയുന്നത്. ഇങ്ങനെയാണ് പരിചാരകനോട് പറയുന്നത്, ഞാൻ പോയ എല്ലാ വീടുകളിലും എനിക്ക് നല്ല തണുത്ത വെള്ളം, ഐസ് വെള്ളമൊക്കെ തന്നു, അവിടെയെല്ലാം ഐസ് അലമാരിയുണ്ട്, അങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ, ഫ്രിഡ്ജിനെ ഉദ്ദേശിച്ച. പക്ഷേ എനിക്ക് മാത്രം സപ്ലൈ ചെയ്തില്ല, ഞാൻ വെറും ഒരു ഗ്രാമീണനായതുകൊണ്ടാണോ? ഇതാണ് ആ കാർട്ടൂൺ. അദ്ദേഹം ഇങ്ങനെ ക്രുദ്ധനായിട്ട് ചോദിക്കുക. ഉടനെ ഈ പരിചാരകൻ വളരെ ഭവ്യതയോടെ അദ്ദേഹത്തോട് പറയാണ്, എൻ്റെ പൊന്നു സാറേ, ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ സാറ് വന്നപ്പം മുതൽ സാറിൻ്റെ തുണിയൊക്കെ അലക്കി തേച്ച് അതിനകത്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, പക്ഷേ ആ സാധനം എന്നാന്ന് പിടികിട്ടിയില്ല. അദ്ദേഹത്തിന് ഭയങ്കര അരിശമാണ്, എല്ലാവരോടും അരിശമാണ്. ഇതുപോലെ ദൈവമക്കളായ നമ്മൾ പലപ്പോഴും നമ്മളെന്താ, നമ്മളിലുള്ളതെന്താണെന്ന് തിരിച്ചറിയാതെ
വേറെ പലരിലും നടക്കുന്ന കണ്ട് കംപ്ലൈൻറ്റ് പറഞ്ഞ് നടക്കാറുണ്ട്. അവർക്കത് കിട്ടി, ഇവർക്കിത് കിട്ടി, അവരുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം നടക്കുന്നില്ല, ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥനയുടെ കുറവായിരിക്കും. ഞാനൊരു വലിയ സത്യം പറയാം, ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മളിൽ ഓരോരുത്തരിലേയും വന്നിരിക്കുന്നത് ഒരേ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നാം തിരിച്ചറിഞ്ഞ്, നമ്മളിൽ ഉള്ളവനെ നാം തിരിച്ചറിഞ്ഞ് അതിനെ ഈ ലോകത്ത് ജയകരമായി ഉപയോഗിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്ന്, നമ്മളിൽ ഉള്ളത് എന്തെന്ന് തിരിച്ചറിയുക. രണ്ട്, തിരിച്ചറിയുക മാത്രമല്ല, രണ്ട്, അതിൻ്റെ പരമാവധി ഉപയോഗം, അത് എന്തുമാത്രം ഉപയോഗിക്കാവോ അത് ഉപയോഗിക്കണം. കഴിഞ്ഞ ദിവസം തിരുവചനം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ സർക്കാർ, നമ്മുടെ കൃഷി വകുപ്പ് കർഷകർക്ക് ഒരു 10 HP മോട്ടർ അവർക്ക് അവരുടെ കൃഷിയിടത്തിൽ മുഴുവൻ വെള്ളം പമ്പ് ചെയ്യാനുള്ള 10 HP ഭയങ്കര പവറുള്ള പമ്പ് സെറ്റുകൾ വിതരണം ചെയ്തെന്ന് വെക്കുക. ഒരാൾ അത് കൊണ്ടുപോയി ഒരു 10 അടി പോലും താഴ്ചയില്ലാത്ത കിണറ്റിൽ നിന്ന് ഒരു ചെറിയ ടാങ്കിലേക്ക്, അല്പം ഉയരത്തിൽ വെച്ചൊരു ടാങ്കിലേക്ക് വെള്ളം അടിക്കാൻ ഉപയോഗിക്കുന്നു. വേറൊരാൾ അതേ സാധനം എടുത്തുകൊണ്ട് പോയി വളരെ വിദൂരത്തിലുള്ള ഒരു കുളത്തിൽ നിന്ന് വളരെ ഒരു കുന്നും പുറത്തേക്ക് വലിയൊരു ടാങ്ക് നിറയെ വെള്ളം അടിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഇതേ ഈ ഹോഴ്സ് പവർ ശക്തിയുള്ള ഇതേ പമ്പും മോട്ടറും ഈ ഒരു ചെറിയ കാര്യത്തിന് ഉപയോഗിക്കാം, വലിയ കാര്യത്തിന് ഉപയോഗിക്കാം. പലപ്പോഴും വിശ്വാസികളായ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ, നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയും ബലവും അറിയാതെ കൊച്ചു കാര്യങ്ങൾക്കായി സഭയെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറയാനും കുറ്റവും കുറവും പറയാനൊന്നും സഹോദരി സഹോദര നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഇത്രയും വലിയ ഹോഴ്സ് പവറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടക്കുന്ന ഒരാളെ അവിടുന്ന് നിത്യസ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള അത്രയും പവർ മാത്രമല്ല, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളെപ്പോലും ഒറ്റ നോട്ടത്തിൽ ആട്ടിപ്പായിക്കാനുള്ള പവർ എൻ്റെ നിങ്ങളുടെ അകത്ത് തന്നിരിക്കുക. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല, അതിൻ്റെ പവർ പലപ്പോഴും അറിയുന്നില്ല. നമ്മൾ ഈ തിരുവചനത്തിൽ പുതിയ നിയമത്തിൽ അഥവാ ലേഖനങ്ങളിൽ ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സഭയോട് സംസാരിക്കുന്ന മുഴുവൻ ലേഖനങ്ങളും നമ്മൾ നോക്കിയാൽ അവിടെ ഒരു കാര്യം മനസ്സിലാകും. ഈ പുതിയ സൃഷ്ടി എന്താണ്, ആ പുതിയ സൃഷ്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതാണ് ഈ ലേഖനങ്ങളിലെ എല്ലാ പരാമർശങ്ങളും. നമ്മൾ പഴയ നിയമത്തിലും ക്രിസ്തു വരുന്നതിന് മുമ്പ് അഥവാ മനുഷ്യരാശിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒത്തിരി കൽപ്പന കാണാം. 10 കൽപ്പനകളും മറ്റ് നിരവധി ഉപകൽപ്പനകളും, അതെല്ലാം ചെയ്യുമെന്ന് പറയുക. അവിടെ കാണുന്ന കൽപ്പനകളൊന്നും അവർക്ക് അനുസരിക്കാൻ പറ്റിയില്ല. ഉദാഹരണത്തിന് വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പന കൊടുത്തുകൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. മോഹിക്കരുത്, കൽപ്പന കൊടുത്തുകൊണ്ട് മോഹിക്കാതിരിക്കാൻ പറ്റിയില്ല. ക്രിസ്തു വന്ന വാസ്തവത്തിൽ തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ അഥവാ പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ഉള്ളങ്ങളിൽ വരുന്നതിന് മുമ്പ് അതേ കൽപ്പനകളെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പറഞ്ഞു. നിങ്ങൾ വ്യഭിചാരം ചെയ്തതെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹത്തോടെ നോക്കിയാൽ വ്യഭിചാരമായിപ്പോയി. ഒന്ന് ഓർത്ത് നോക്കിയേ, വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞ കൽപ്പന തന്നെ പാലിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തോട് പറയുക, ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ തെറ്റിപ്പോയി. അടുത്തടുത്ത് പറയുക, കൊല ചെയ്തതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ മതി, അവനൊരു കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാൽ അത് കൊലപാതകം പോലെയാണ്. അപ്പം അതെങ്ങനെ നടക്കുമല്ലേ? അപ്പം ചെയ്യാൻ മേലാത്ത, സാധാരണ മനുഷ്യന് ചെയ്യാൻ മേലാത്ത കുറേ കൽപ്പനകൾ അവരുടെ തലയെ കെട്ടിവെക്കുന്നതായിട്ട് നമുക്ക് തോന്നും. യേശു കർത്താവ് തന്നെ ആ ന്യായപ്രമാണത്തിൻ്റെ പാലകരെന്നും അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണം മനുഷ്യർക്ക് എല്ലാം അണുവിട തെറ്റാതെ ആചരിക്കാൻ വേണ്ടി മനുഷ്യർക്ക് ചുമത്തിയിരുന്ന അന്നത്തെ പരീശന്മാർ, പുരോഹിതന്മാർ മുതലായവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഭാരമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു കൈകൊണ്ട് പോലും തൊടുന്നില്ല. അപ്പം പഴയ നിയമത്തിലെ കൽപ്പനകൾ, ചട്ടങ്ങളൊക്കെ വലിയ ഭാരമുള്ളവയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ്, എൻ്റെ ചുമട് ലഘുവും എൻ്റെ നുകം മൃദുവുമായിരിക്കും. കർത്താവ് നമുക്ക് ഒരു കാര്യം ചുമക്കാൻ തരുന്നുണ്ട്, പക്ഷേ നമുക്കത് മൃദുവായിരിക്കും. അതങ്ങനെ മോശ പറഞ്ഞു കൊല ചെയ്യരുത്, യേശു പറയുന്നു നിസാര എന്ന് പറഞ്ഞാൽ തന്നെ കൊലപാതകമായി.
അങ്ങനെയാണെങ്കിൽ മോശയുടെ ചുമടാണോ കട്ടി കൂടുതൽ, യേശുവിൻ്റെ ആണോ? യേശു പറയുന്നത് എൻ്റേത് മൃദുവാണ്. മൃദുവല്ലല്ലോ കർത്താവേ. മോശയാണെങ്കിൽ കൊല ചെയ്യാതിരുന്നാൽ മതി, മനസ്സിൽ അരിശം തോന്നിയാലും കുഴപ്പമില്ല. ഇപ്പോൾ യേശു വന്നേച്ച് പറയാം മനസ്സിൽ അരിശം തോന്നിയാൽ തന്നെ കുഴപ്പമായിരുന്നു. അപ്പോൾ കർത്താവേ നിൻ്റേതല്ലേ കട്ടി കൂടുതലെന്ന് നമ്മളൊരു പക്ഷേ ചോദിച്ചേക്കാം. പക്ഷേ അതിൻ്റെ മറുപടി ഇതാണ്, ഞാൻ തന്നെ എൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ഞാൻ തന്നെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ വന്ന് വാസം ചെയ്യും. അഥവാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. പിന്നെ നിങ്ങളല്ല ഈ ചുമടെടുക്കുന്നത്, ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് ചുമക്കാൻ മേലാത്ത കസേരയൊക്കെ ഒരു പ്രായമാകുമ്പോൾ, എനിക്കൊന്ന് 2-2.5 വയസ്സാകുമ്പോൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന കാണാം. അവർക്ക് എടുക്കാൻ മേല. അപ്പോൾ നമ്മൾ പതുക്കെ അവർ കാണാതെ പുറകെ കൂടെ ചെന്ന് പതുക്കെ താങ്ങിക്കൊടുക്കും. ഉടനെ അവർ അത് അനായാസം ചുമന്ന് നമ്മൾ പിടിച്ചിരിക്കുക, കുഞ്ഞറിയുന്നില്ല, അത് മുമ്പിൽ കൊണ്ട് വെക്കും. വെച്ചിട്ട് വന്നിട്ടൊരു നോട്ടമൊക്കെ ഉണ്ട് കൊച്ച് എല്ലാം ചെയ്തത്. വാസ്തവത്തിൽ കുഞ്ഞല്ലത് ചെയ്തത് നമ്മളാണ്. ഇതുപോലെയുള്ള നമ്മളൊരു രോഗിയെ സൗഖ്യമാക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിലൊരു സൽസ്വഭാവം ക്രിസ്തുവിൽ വരുന്നതോടെ പെട്ടെന്ന് ആൾക്കാർക്ക് മാറ്റം വരുന്ന കാണാം. മദ്യപാനി മദ്യപിക്കാതിരിക്കുന്നു, കാരണം ഇതുവരെ ആ വ്യക്തിയാണ് ശ്രമിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ക്രിസ്തു ഉള്ളിലിരുന്ന് ഇത് ചെയ്യാൻ ഈ വ്യക്തിയെ സഹായിക്കുക. ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നിങ്ങൾ നടക്കുകയല്ല, നടത്തും. ഇതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ അങ്ങനെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടെ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ സൃഷ്ടി നൽകപ്പെടുക. ആ പുതിയ സൃഷ്ടി ക്രിസ്തുവിനെ പോലെ തന്നെയാണ്. ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വന്നത്, യേശു തന്നെയാണ്. ആ കർത്താവിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ആ ക്രിസ്തുവിനെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി. നമ്മളൊന്ന് ഇടയ്ക്ക് കയറാതിരുന്നാൽ മതി. ആ കാര്യം ഞാൻ എന്നാ ചെയ്യും, അവിടെ ഞാൻ എങ്ങനെ കാര്യം കൈകാര്യം ചെയ്യും നമ്മളാ ചോദിക്കുന്നത്. പക്ഷേ അവിടെ ഞാൻ എങ്ങനെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ പൗലോസ് പറയുകയാണ് ഗലാത്യർ 2:20, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ. അപ്പോൾ ക്രിസ്തുവിന് ഹൃദയം കൊടുത്തൊരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ യേശുവിനെ ഒന്ന് അനുവദിച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ സാഹചര്യം അത്ഭുതകരമായി ചെയ്തു തരും. നമ്മുടെ ജീവിതത്തിലെ 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ കൈയാൽ വലിയ വീര്യപ്രവർത്തികൾ ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യാൻ കർത്താവ് സഹായിക്കും. 2 ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ നമ്മളിൽ വെളിപ്പെടാൻ സഹായിക്കും. വീണ്ടും ഓർപ്പിക്കാം, ഒരു ഭാഗമാണ് കൃപാവരങ്ങളെന്നോ അത്ഭുത പ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ, പ്രകൃതി ശക്തികളുടെ അധികാരം, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക, അങ്ങനെയുള്ള വലിയ അത്ഭുത പ്രവർത്തികൾ യേശു ചെയ്തത് നമ്മൾ ചെയ്യുമെന്നാണ് ക്രിസ്തു പറഞ്ഞു. അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കും. 2 ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവമുണ്ടല്ലോ, ആ ഇങ്ങോട്ട് തന്നെ വേണ്ടാത്തൊക്കെ പറയുമ്പോഴും അവരെ തിരിച്ച് അനുഗ്രഹിക്കാൻ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ, അങ്ങനെയുള്ള ഒരു ദിവ്യ മനോഭാവം, ദിവ്യ സ്വഭാവം, ഇതും നമ്മളെക്കൊണ്ട് ചെയ്യിക്കാൻ കർത്താവിന് കഴിയും. ഇത് 2 നമ്മളിലൂടെ കർത്താവായി ചെയ്യുന്നത് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാകാമെന്നോ അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് എൻ്റെ കർത്തൃത്വം, എന്നെ നടത്തുന്നത് കർത്താവെ അങ്ങ് എൻ്റെ ഉള്ളിൽ വന്ന് വാണ് എന്നെ, എനിക്ക് ഈ ഒരു പുതിയ ജീവിതം തരണേ. വാസ്തവത്തിൽ ക്രിസ്തു വിഭാവനം ചെയ്തത് ഒരു അത്ഭുതകരമായ ജീവിതമാണ്. ഈ ജീവിതത്തിൽ 2 കാര്യമുണ്ട്. ഒന്ന്, എത്ര വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ചെയ്ത്, ശുശ്രൂഷകൾ ചെയ്ത്, അങ്ങനെ ഒരു ജീവിതം, അത് ഒരു പാസ്റ്റർക്കോ ഒരു അച്ഛനോ മാത്രമല്ല, യേശുവിൽ വിശ്വസിച്ച് എല്ലാവരുടെ കൈയാലും അത്ഭുതങ്ങൾ നടക്കും. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായത് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അതുപോലെ പറഞ്ഞു, പുതുഭാഷ നിങ്ങൾ സംസാരിക്കും, കേട്ടിട്ടില്ലാത്ത ഭാഷകൾ നമ്മുടെ നാവിൽ വരും, ദൂതന്മാരുടെ ഭാഷ നമ്മുടെ നാവിൽ വരുമെന്ന് 1 കൊരിന്ത്യർ 13 പറയുന്നു. യെസ്, ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ദർശനങ്ങൾ, വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ ദർശനത്തിൽ കാണുക, ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒത്തിരി സാധ്യതകൾ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വന്ന ആ പുതിയ സൃഷ്ടിയിലുണ്ട്. നമ്മൾ നാളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുക. പക്ഷെ നാളത്തെ കാര്യം ഇന്ന് തന്നെ വെളിപ്പെടുത്തി തരുന്ന ദീർഘദർശനത്തിൻ്റെ ആത്മാവ്,
സ്പിരിറ്റ് ഓഫ് പ്രോഫസി എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലുണ്ട്. അതാരോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് വിഷയം പറയണേ, അങ്ങനെയും പറയും. നമുക്ക് ആവശ്യമോ ഒരാളെ വിട്ടൊരു ദൂത് പറയണമെങ്കിൽ ഒരു പ്രവാചകനെ അയക്കും. നമ്മുടെ സഭയിലുള്ള ഒരു സഹോദരൻ ദർശനം നമ്മളെക്കുറിച്ച് കൊടുക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം തരുന്ന, രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിനെ, ഒരു പുതിയ സൃഷ്ടിയെ തന്നിരിക്കുന്ന ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയാം, ഇനി ഞാൻ ആരെ ആശ്രയിക്കുമെന്നൊന്നും ഓർക്കാതെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നതിന് പകരം അകത്തോട്ടൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ ഒരത്ഭുത ശക്തിയായ ഒരു പുതിയ സൃഷ്ടിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ അതേ ദിവ്യ സ്വഭാവം. നമ്മൾ ഒരു പക്ഷേ നമ്മൾ പറയും, എൻ്റെ ചുറ്റുപാടുമുള്ള അവർ ശരിയല്ല, ഇവർ ശരിയല്ല, എന്നാ ചെയ്യാനാ, എൻ്റെ ഓഫീസിൽ ചെന്നാൽ അവർ പ്രശ്നം, ഇവർ എന്നെ കുറ്റം പറയുക. നമ്മളുടെ ചുറ്റുപാടെല്ലാം നന്നായിട്ട് നമുക്ക് നന്നാകാൻ ഒക്കത്തില്ല. അങ്ങനെ ഒന്നല്ല കർത്താവ് പറഞ്ഞത്. അവരെല്ലാം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവരോട് ഏറ്റവും മൃദുവായി സ്നേഹത്തോടെ ക്രിസ്തു നിന്നതുപോലെ അവിടെ ക്ഷമിക്കാനും അവിടെ താഴാനും കുടുംബജീവിതത്തിൽ ഏറ്റവും എന്താ പറയുന്ന ഒരു ക്രിസ്തുവിന് പകരം നിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. എന്തൊരു ജീവിതമാണല്ലേ. ഇതാണ് പുതിയ സൃഷ്ടിയുടെ ദിവ്യമായ കഴിവുകൾ. പ്രിയപ്പെട്ടവരെ, ഡിസംബർ 31 എല്ലാവരും നമ്മൾ കോട്ടയത്ത് വരണം. 2015 യേശുവിനോട് ചേർന്ന് നമ്മൾ ഒന്നിച്ച് വരവേൽക്കാൻ പോവുക. ഈ വർഷം എനിക്കറിയാം സ്റ്റേഡിയം നിറഞ്ഞ് കവിയുന്നത് പോലെ ജനങ്ങൾ വരും. മാത്രമല്ല, ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവമല്ല, വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കായിരിക്കും കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ ഡിസംബർ 31 രാത്രിയിൽ നമുക്കൊന്നിച്ചായിരിക്കാം. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക ഈ പുതുവത്സരം യേശുവോടൊപ്പം. 2 കൊരിന്ത്യർ 5:17 മിക്കവാറും എല്ലാ ദൈവവചനത്തെക്കുറിച്ച് അല്പവേലും കേട്ടിട്ടുള്ളവരൊക്കെ കേട്ടുള്ളൊരു വാക്യം. 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ വായിക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. ഇപ്പോൾ പഴയ നിയമത്തിലെ കൽപ്പനകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ വീണ്ടെടുക്കപ്പെടാത്ത, ചെയ്യാൻ കഴിവില്ലാത്തവരോട് നീ നന്നാകുമെന്ന് പറഞ്ഞ്. പക്ഷെ പുതിയ നിയമത്തിൽ അതിനേക്കാൾ ഭയങ്കര കാര്യമല്ലേ കർത്താവ് പറഞ്ഞ്, മോഹിക്കരുത്, അല്ലെങ്കിൽ നീ സഹോദരനെ നിസാരാന്ന് പറയരുത്. അത് പറഞ്ഞത് അതിനുള്ള കഴിവും കൂടെ തന്നേച്ച്. നമ്മൾ ഈ പത്രോസിൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ പറയാണ്. ദോഷത്തിന് ദോഷം പകരം ചെയ്യരുത്, നിങ്ങൾ പകയ്ക്കുന്നവരെ തിരിച്ച് അനുഗ്രഹിക്കുക. ഇതൊക്കെ പറയുമ്പോൾ അവിടെ കൽപ്പനകളല്ല വാസ്തവത്തിൽ. അത് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന, യു ക്യാൻ ഡു ഇറ്റ് എന്ന് അതിൻ്റെ അർത്ഥം. പഴയ നിയമത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ നിന്നെക്കൊണ്ടത് ചെയ്യാനുള്ള കഴിവില്ല, പക്ഷേ നീ ചെയ്തോ എന്ന് പറയുക. ഇവിടെ അതല്ല. പുതിയ സൃഷ്ടിക്കത്ത് യു ക്യാൻ ഡു ഇറ്റ്, നിനക്കതിനുള്ള കഴിവുണ്ട്. യു നോ ദാറ്റ് യു ക്യാൻ ലവ്. പലയിടത്ത് സ്നേഹിപ്പിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് പറയുന്നത്? ഈ പ്രോഡക്റ്റിനെ നമുക്കറിയത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാർ മുഖേന തന്ന ഈ തിരുവെഴുത്ത് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടത് പുതിയ സൃഷ്ടിയുടെ മാനുവൽ. യേശുക്രിസ്തു ഈ ലോകത്ത് വന്ന് ദൈവത്തിന് എന്തെല്ലാം കഴിവുണ്ടെന്നല്ല വെളിപ്പെടുത്തിയത്. ഒരു പുതിയ സൃഷ്ടിക്ക്, ക്രിസ്തു മുഖേന രക്ഷിക്കപ്പെടുന്ന യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതാണ് യേശു വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണല്ലോ ഇപ്പം ദൈവം തമ്പുരാൻ ഒരു രോഗിയെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ് അതൊരു അത്ഭുതമല്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ദൈവം രോഗിയെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞാൽ അത്ഭുതമാണോ? ഒരിക്കലുമല്ല. എന്നാൽ ആസ് എ മാൻ, ഒരു മനുഷ്യൻ അത് ചെയ്തു. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ താൻ വെളിപ്പെടുത്തിയത്, ഒരു സാധാരണ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 14:12 യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ അതിൽ വലിയതും അവൻ ചെയ്യും. ആ പിതാവിൻ്റെ അടുക്കൽ പോകുമ്പോഴേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. അതിൻ്റെ മുകളിലും താഴെയെല്ലാം പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്താലേ മനുഷ്യൻ്റെ പാപപരിഹാരം നടക്കത്തുള്ളൂ. എന്നിൽ വിശ്വസിച്ചൊരു വ്യക്തി
ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അല്ല നമ്മുടെ ആരുടെയും പാപമൊന്നും പോകത്തില്ല. നമ്മളെല്ലാം ഇരുന്ന് പാപം ഉരച്ച് കളയാനൊക്കുമോ? പറ്റത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗം എനിക്കായിരുന്നു എന്ന് ഒരാൾ വിശ്വസിച്ച നിമിഷം ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന സഭയിൽ പോയ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നല്ല, യേശു ക്രിസ്തുവിൻ്റെ പാപമോചനം എനിക്കാണ് എന്ന് ഒന്ന് ഏറ്റെടുത്താൽ മാത്രം മതി. അപ്പോൾ പാപം അവിടെ ക്ഷമിക്കപ്പെട്ടു. നമ്മുടെ പാപം ക്രിസ്തുവിൻ്റെ മേൽ കണക്കിടുകയാണ്. നമുക്കിനി പാപികളല്ല നമ്മൾ. ആ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് തരിക. അതുകൊണ്ടാണ് കൊർന്നല്യോസ് വിജാതിയരുടെ ഭവനത്തിൽ പോയി ഈ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ പ്രസംഗിച്ചു. വചനം കേട്ട എല്ലാവരുടെ മേലും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വരികയും അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഈ അന്യഭാഷയൊക്കെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എൻ്റെ പൊന്നു സഹോദര, ഒത്തിരി നാൾ കഴിഞ്ഞ് ഇനി പഠിച്ചുകൊണ്ടിരിക്കാതെ അതൊന്ന് പ്രാപിച്ചേ. എന്തൊരു അനുഭവമാണെന്നറിയാമോ? പുതിയ ഭാഷകൾ, ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. യെസ്, ഈ ലോകത്ത് ഒത്തിരി പേര് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ? ഇതൊരു വലിയ വാതിൽ തുറക്കുക, ഇതൊരു വലിയ ലോകത്തേക്കുള്ള വാതിൽ തുറക്കുകയാണ്. അതൊന്ന് പ്രാപിച്ചേ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് വരുന്നതോടെ നമ്മൾ അത്ഭുത വ്യക്തികളാകുക. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ ആത്മാ നിറവിന് മുമ്പ് ഒരത്ഭുതവും ചെയ്തതായിട്ടില്ല. ചില പാരമ്പര്യ കഥകളിലൊക്കെ യേശു ക്രിസ്തു തൻ്റെ ചെറുപ്പകാലത്ത് മണ്ണുകൊണ്ട് കിളിയുണ്ടാക്കി പറപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ബൈബിൾ നോക്കിയിട്ട് ഒരു കടലാസ് കൊണ്ട് കിളിയുണ്ടാക്കി പറപ്പിച്ചു പോലും ഇതിനകത്ത് എഴുതിയിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്നാനത്തിനും പരിശുദ്ധാത്മ നിറവിനും മുമ്പായി ഒരത്ഭുതവും അടയാളവും ചെയ്തതായിട്ടില്ല. എന്നാൽ താൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശേഷം നമ്മൾ വായിക്കുന്നു, താൻ ആയിരുന്ന പള്ളിയിൽ വന്നു. അന്ന് തിരുവചനം വായിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണവൻ്റെ മേൽ പതിഞ്ഞു. അവനെ കണ്ടപ്പോൾ ദുരാത്മാക്കൾ വിട്ടോടുവാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. യേശു അവിടെ വെളിപ്പെടുത്തിയത് ഒരു ഓർഡിനറി വ്യക്തി, ഒരു സാധാരണ വ്യക്തി, ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ നിറയുന്നതോടുകൂടെ എന്തായി മാറുകയാണെന്നാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. എന്നിട്ടാണ് യേശു പറഞ്ഞ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയാലേ, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്താലേ നിങ്ങളിൽ ഈ പരിശുദ്ധാത്മാ വരികയുള്ളൂ. അതെ, കർത്താവ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാ നിറവ് ശിഷ്യർ വരുന്നതിന് മുമ്പ് തന്നെ ടെമ്പററി ആയിട്ട് ഒരു അധികാരം അവർക്ക് കൊടുത്തു. രോഗികളെ സൗഖ്യമാക്കാനൊക്കെ വിടുന്നുണ്ടെങ്കിലും ഹൃദയ രൂപാന്തരം ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം മാത്രമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് അവർക്കൊരു ഹൃദയത്തിനൊരു പരിവർത്തനവും വന്നില്ല, പരിശുദ്ധാത്മാവരിൽ വസിച്ചില്ല. അതുകൊണ്ടാണല്ലോ യേശുവിനെ പിടിക്കാൻ വേണ്ടി വാളും വടിയുമായി വന്ന ആൾക്കാരിൽ ഒരു പട്ടാളക്കാരനെ പത്രോസ് വാളെടുത്ത് വെട്ടുക, കൊല്ലാനാ തുടങ്ങി. ആ കൊലപാതകത്തിൻ്റെ സ്പിരിറ്റ് അയാളിൽ വർക്ക് ചെയ്യുക പത്രോസിൽ. എന്നാൽ ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത ശേഷം എന്തൊരു മാറ്റം അവരിലുണ്ടായത്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്ന് പറഞ്ഞാൽ ഒരു ഫോണിനുള്ളിൽ ഒരു സിം കാർഡ് ഇട്ട് കഴിയുമ്പോൾ അത് ലൈവായി, അതിൻ്റെ കമ്പനിയുമായി അതിന് സിഗ്നൽസ് കൊടുക്കാൻ പറ്റും. പിന്നെ അത് ലൈവായതുപോലെ തന്നെ ഇതൊരു മതത്തിൽ ചേരുകയല്ല. യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പറയുന്നതോടെ നമ്മളൊരു അത്ഭുത വ്യക്തിയായിട്ട് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളാരായാലും ഒരു നിമിഷം യേശുവേ എൻ്റെ ഉള്ളിലേക്കൊന്ന് വരണമേ, അങ്ങ് എനിക്കായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തു, ഇത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് വേണ്ടി തുറക്കുന്ന കർത്താവേ. അതേ കർത്താവേ, ഞാൻ തുറന്നു തരുന്നു. ഇത്രയൊന്ന് വാവുകൊണ്ട്, ചുമ്മാ വാവുകൊണ്ട് കിളി പറയുന്ന പോലെ പറയല്ല. യേശു ഉയർത്ത് ജീവനോടെ ഉണ്ട്, അതൊന്ന് വിശ്വസിച്ചേ. 1984 ഒരു രാത്രിയിൽ ഇതുപോലെ ഒരു ദൈവദാസൻ്റെ വാക്ക് കേട്ട് എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്തു. ആ രാത്രിയിൽ ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുതം, എൻ്റെ മരണഭയം എന്നെ വിട്ടു മാറി, നിരാശ മാറി, തകർന്നുകൊണ്ടിരുന്ന എൻ്റെ ഭവനം ഇനി നശിക്കത്തില്ലെന്നുള്ള ഉറപ്പ്. 1-2 വലിയ അത്ഭുതങ്ങൾ കൊണ്ട് നടന്നത് എനിക്ക് പുകവലി നിർത്താൻ മേലായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് മാറിപ്പോയി. മദ്യപാന സ്വഭാവം, അല്പം മയക്കുമരുന്ന് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു, അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് വിട്ടുമാറി. വലിയൊരു മാറ്റം ഉണ്ടായി. ഇന്ന് നിങ്ങൾ സഹോദര യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ തന്നെ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേട്ട ഓരോ നിൻ്റെ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരോരോരുത്തരും ഇന്ന് കർത്താവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുമ്പോൾ, ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നവരുണ്ട്, മുന്നമേ തന്നെ കർത്താവിൽ വിശ്വസിച്ച മക്കളുണ്ട്. അവരെല്ലാം അസാധാരണ വ്യക്തികളാണല്ലോ. അവരുടെ ഉള്ളിലുള്ള
ആ ക്രിസ്തുവിനെ ഒന്ന് തിരിച്ചറിയുവാൻ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ആ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തു അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ പരമാവധി അതിൻ്റെ ശക്തിയോടെ ഉപയോഗിപ്പാൻ മക്കളെ സഹായിക്കണം. ഈ മക്കളുടെ കൈയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന ദുസ്വഭാവങ്ങളാകട്ടെ, മദ്യപാനമാകട്ടെ, പുകവലിയാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൊട്ടി മാറട്ടെ. ഭയങ്ങൾ, നിരാശകളൊക്കെ മാറിപ്പോകട്ടെ. കർത്താവേ, ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം മക്കളുടെ മേൽ നീട്ടണം. കർത്താവേ, അത്ഭുതകരമായ വിടുതൽ പകരണം യേശുവിൻ്റെ നാമത്തിൽ. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും സൗഖ്യമാകട്ടെ. തലവേദനകൾ, വളരെ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന തലവേദനകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. വിശ്വാസത്താൽ ഏറ്റെടുത്താട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. വളരെ നാളുകളായി വീട്ടിൽ തിരിച്ചു വരാൻ കഴിയാതെ വിദേശ രാജ്യത്തായിരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നു. നിങ്ങളുടെ വിസ പ്രശ്നങ്ങളായിരിക്കാം, നാട്ടിലുള്ള ബന്ധുക്കൾ കേൾക്കുന്നു. കർത്താവ് ആ വ്യക്തിയെ വിടുവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, വഴി തുറക്കട്ടെ. കർത്താവെ, വീണ്ടും ആ മക്കൾക്ക് തമ്മിൽ കാണാൻ അവിടുന്ന് അത്ഭുത വഴി തുറക്കണം. അതുപോലെ പല ഭാരങ്ങളാലും പ്രശ്നങ്ങളാലും കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് വിടുവിക്കണമേ. അങ്ങത് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക, ഈ പുതുവത്സരം യേശുവോടൊപ്പം. बहते हुए खून की धार, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरण